പോയി, ഖാലിഖായ റബ്ബിനെ നിഷേധിച്ചു പോയി, പടച്ചവനെ മറന്നുള്ള കളികൾ കളിച്ചുപോയി. പറയാൻ ലജ്ജയുണ്ട് മുഅ്മിനീങ്ങളെ. ഈ അടുത്തല്ലയോ കാസർഗോഡ് ജില്ലയിലുള്ളൊരു സംഭവം നമ്മെ എല്ലാവരെയും ഞെട്ടിച്ചത്. 35 വയസ്സുള്ള ഒരു പെണ്ണ്, അവൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അവൾക്ക് വല്ലാതെ ശരീരത്തിന് ക്ഷീണമുണ്ടായി, ഛർദി വന്നു. അവൾ ചിന്തിക്കുകയാണ് ഞാൻ പ്രഗ്നന്റിന്റെ ലക്ഷണമാണല്ലോ കാണുന്നത്, ഗർഭിണിയാകാനുള്ള ലക്ഷണമാണല്ലോ കാണുന്നത്. അവൾ പേടിച്ചു പോയി. സാധാരണ ഗർഭിണിയാകാനുള്ള ലക്ഷണം കാണുമ്പോൾ പേടിക്കല, സന്തോഷിക്കലല്ലേ? അല്ലേ മനുഷ്യന്മാർ? നിങ്ങളതെന്താ ഇത് യാതൊരു പരിചയമില്ലാത്ത ആളുകളുമായി എല്ലാം വിളവന്മാരാന്ന് എനിക്കറിയാം. ഒന്നിനൊന്നിന് വെച്ചുള്ള ടീമുകൾ അല്ലാഹു അവർക്ക് തീമാറാകട്ടെ. ഹലാലായ മാർഗത്തിലുള്ള കാര്യം പറഞ്ഞിട്ടോ, നിങ്ങൾ പഠിച്ച നമ്മളെ കുറ്റപ്പെടുത്തിയല്ലോ എന്ന് ചിന്തിക്കരുത്. ഹലാലായ മാർഗത്തിൽ നല്ല ഷാലുള്ള ടീമുകൾ അല്ലാഹു അവർക്ക് തീമാറാകട്ടെ. അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ സന്താനത്തെ തീമാറാകട്ടെ. ഒരു കുറവും വരുത്തണ്ട അതിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ആലോചിച്ചു കൊള്ളണം. അതാ ഈ പെണ്ണിന് ഭയം തോന്നാനുള്ള കാരണം എന്താണെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസിയാണ്, കുറെ നാളായിട്ട് പുറത്തു പോയതാണ്. അങ്ങനെ ഞാൻ ഗർഭിണിയാകാനുള്ളൊരു സാഹചര്യവും നടന്നിട്ടില്ല. പിന്നെയോ ജീവിതത്തിൽ ഒരു വഴിവിട്ട ജീവിതത്തിലേക്ക് ഞാൻ പോയിട്ടുമില്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഞാൻ പേടിക്കാതിരിക്കുക? അവൾ ഭയപ്പെട്ട് ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ഇന്നതുപോലൊരു വിഷയമുണ്ട്, നമുക്കൊരു ഡോക്ടറെ കാണണം, എനിക്ക് പേടിയാകുന്നു. ഭർത്താവ് എമർജൻസി വന്നു. അതാ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുകയാണ്. റിസൾട്ട് വന്നപ്പോ രണ്ടുപേരും ഞെട്ടിപ്പോയി, അവൾ ഗർഭിണിയാണ്. സുബ്ഹാനല്ലാഹ്, ഏത് ഭർത്താവും ആ സമയത്ത് സംശയിച്ചു പോകും. അവളുടെ ചാരിത്ര ശുദ്ധിയിൽ അവനും സംശയിച്ചു. പക്ഷേ അവൾ ആണയിട്ട് സത്യം ചെയ്തു പറഞ്ഞു, ഇല്ല, നിങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, ഞാൻ റബ്ബിനെ ഭയക്കുന്ന പെണ്ണാണ്, നിങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണേ. ഞാൻ ദൈവഭയമുള്ള ആളാണെന്ന് ആ പെണ്ണ് പറയുകയാണ്. ആ ഭർത്താവ് വിഷമിക്കുകയാണ്. ആദ്യം പുറത്തറിഞ്ഞിട്ടില്ല, രഹസ്യമായി വെച്ചു. അവളെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി. ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവരോട് രഹസ്യമായി കാര്യം പറഞ്ഞു, ഇതിന്റെ പിന്നിലുള്ള ആളിനെ ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? പോലീസുകാർ രഹസ്യമായി അന്വേഷിച്ചു. പരിസരത്തുള്ള ഭൂവാലന്മാരെയൊക്കെ അന്വേഷിച്ചു. ഓരോ ആളുകളെയും ചോദ്യം ചെയ്തു. ഒരു രക്ഷയില്ല, ഒരു തുമ്പും കിട്ടിയില്ല. അവസാനം ആ പോലീസുകാരൻ ആ വീട്ടുകാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളാണ്? എനിക്ക് 3 മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ മൂത്ത മകന് 14 വയസ്സ്, 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇളയത് 2 പെൺകുട്ടികളാണ്. അവനെ കുറിച്ച് ആ പോലീസുകാര് പഠിക്കുമ്പോ അവൻ കഞ്ചാവിന് അഡിക്റ്റാണ്, അവൻ ലഹരി ഉപയോഗത്തിന് അടിമയാണ്. അവനെ രഹസ്യമായി ഒരു സങ്കേതത്തിൽ കൊണ്ടുപോയി അവനെ മാറ്റി നിർത്തി ഒരു പൂർണ്ണ കൗൺസിലിംഗ് നടത്തി. അതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തി. ഞെട്ടിപ്പോയി സഹോദരങ്ങളെ. അവൻ വിതുമ്പിക്കൊണ്ട് പറയുകയാണ്, ഞാൻ എന്റെ ബോധം നഷ്ടപ്പെട്ട ഏതോ ഒരു ലോകത്ത്, ലഹരിയുടെ ലോകത്ത് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവിന് ഉറക്ക ഗുളിക ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തു. ഞാൻ ആ മാതാവിനെ പീഡിപ്പിച്ചു പോയി. ഇത് നമ്മുടെ പരിസരത്തല്ലയോ സഹോദരങ്ങളെ? ഇങ്ങനെയുള്ള മക്കളുടെ കാലമാണ് ഈ കാലം. നല്ല മക്കള് വേണ്ടേ? ഉമ്മയെ സ്നേഹിക്കുന്ന മക്കള് വേണ്ടേ? ഉപ്പയെ ആദരിക്കുന്ന മക്കള് വേണ്ടേ? ഖബറിൽ ചെന്ന് കിടക്കുമ്പോ, അല്ലാഹ് എന്റെ ഉമ്മയാണ് റബ്ബേ, എന്റെ ഉപ്പയാണ് അല്ലാഹ്, ഈ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനേ.
എന്ന് ദ്വാരക്കുന്ന മക്കള് വേണ്ടി സഹോദരങ്ങളെ, അല്ലാഹു സന്താനങ്ങളില്ലാത്തവർക്ക് സൽസന്താനങ്ങളെ നൽകുമാറാകട്ടെ. ഉള്ള സന്താനങ്ങളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് വിവാഹത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ള ചില നിബന്ധനകളാണ് പറയുന്നത്. എങ്കിലേ കുടുംബം ഉത്തമമാവുകയുള്ളൂ. എന്നാ ഒന്നും കൂടെ നോക്കല്ലേ ഉസ്താദേ, ആ പഴയത് അങ്ങോട്ട് ശരിയായിട്ടില്ല, അത് വേണ്ട. അത് ശരി. അങ്ങനെ കല്യാണം കഴിയാത്തവർക്കല്ല നിങ്ങൾ പറഞ്ഞു, നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല. 2 കുട്ടികളൊക്കെ ആയി, 2-3 കുട്ടികളൊക്കെ ഉണ്ട്. ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് കഴുത്തിന് പിടിക്കാത്ത വിടൂല. സുബ്ഹാനല്ലാഹ്, അവരുടെ കൈത്തഴമ്പങ്ങൾ അറിയരുത്. സാധുക്കളാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്കും സഹോദരിമാർക്കും അമ്മമാർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇനി പറയുന്നു. ഇതിപ്പോ ഇത്രയും പറഞ്ഞത് എല്ലാരും അങ്ങോട്ട് സ്വീകരിക്കണ്ട. നമ്മളെ സമയം കഴിഞ്ഞു പോയില്ല. എന്നാ പിന്നെ ഒന്നും കൂടെ നോക്കിയിട്ട് ഇതൊക്കെ അനുസരിച്ച് ഒരു പെണ്ണിനെ നോക്കാം. തൽക്കാലം ആ പൂതി വേണ്ട, ഉള്ളത് റാഹത്താക്കിക്കോ. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തൊരു സന്തോഷം എന്നറിയ ഇത് പറഞ്ഞപ്പോ സഹോദരിമാർക്ക്. കാരണം പലരെയും പേടിയാണ്, കാലം മോശമാണ്. നിങ്ങൾ മസാലയൊക്കെ ഒപ്പിക്കുന്ന ഒടിയിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഇന്നത്തെ കുടുംബ പ്രശ്നങ്ങൾ വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആകാശം മുട്ടയുള്ള രമ്യഹർമ്മങ്ങളാണ്. അമ്പര ചുംബികളായ കെട്ടിടങ്ങളുണ്ട്, ഏക്കർ കണക്കിന് കെട്ടിടമുണ്ട്. എത്ര വലിയ വീടുകളാണ്. കാസർഗോഡ് ജില്ലയിൽ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് പണം കൂടുതൽ ചെലവാക്കുക എന്ന് സാധാരണ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. 2 വിഷയം, ഒന്ന് കല്യാണത്തിനും മറ്റൊന്ന് വീട് വെക്കാനും. ശരിയാണോ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെയായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വിവാഹത്തിന്റെ ചടങ്ങുകൾ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരമുണ്ടെങ്കിൽ പറയാം. അടുത്ത് ഞാൻ ഈ കാസർഗോഡ് ടൗൺ ഭാഗത്തൊരു പ്രഭാഷണം കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് തളങ്കരയിൽ പോയി ഒന്ന് സിയാറത്ത് ചെയ്യാം. ഞാനങ്ങനെ പോയി. 2-3 സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു. അവരെയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ സിയാറത്തിന് പോകുന്ന വഴിക്ക് ആ പരിസരത്ത് സുബ്ഹാനല്ലാഹ് വലിയൊരു പറമ്പിൽ വലിയൊരു ബിൽഡിങ്ങിന്റെ പണി നടക്കും. എന്നോട് പറഞ്ഞു ഇത് ഏതാണ്ട് 10-35,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ പണിയാണ്. ഞാൻ ഞെട്ടിപ്പോയി. എത്ര? 3,500 അല്ല, 3,500 അല്ല. 3,000 കഴിഞ്ഞാൽ പിന്നെ ലക്ഷറി ടാക്സ് കൊടുക്കും. 35,000 സ്ക്വയർ ഫീറ്റ്. യാ അല്ലാഹ്, വണ്ടി വിളിച്ചു പോകേണ്ടി വരും. കുറഞ്ഞതൊരു മോട്ടോർ വാഹനം, ഒരു മോട്ടോർ സൈക്കിളെങ്കിലും അതിൽ വേണ്ടി വരും. ഒരു ഗിയർലെസ് വണ്ടിയെങ്കിലും ഇപ്പുറത്തെ റൂമിൽ നിന്ന് അടുക്കളയിൽ പോകാൻ അങ്ങോട്ട് കൊടുക്കും കറങ്ങാൻ. 35,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അനാവശ്യത്തിനു വേണ്ടി ആവശ്യത്തിലധികം സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുന്ന കാലമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കുടുംബജീവിതം നടത്തിക്കോ. മുഅ്മിനീങ്ങളെ, കേരളത്തിന്റെ പുതിയ അവസ്ഥ എന്താണെന്നറിയുമോ? നിസാര കാര്യങ്ങൾക്ക് കുടുംബജീവിതങ്ങൾ തകിടം മറിയുകയാണ്. ഞാൻ പറഞ്ഞത് വലിയ ഭവനങ്ങളുണ്ട്, വലിയ പറമ്പുകളുണ്ട്. ഇവിടെയും ഗൾഫിലും വലിയ സാമ്രാജ്യങ്ങളുണ്ട്, വലിയ സീരിയസിലുള്ള വാഹനങ്ങളുണ്ട്, നാട്ടിൽ അത്യാവശ്യം സ്വാധീനമുണ്ട്, എല്ലാം ഉണ്ട്, ഒക്കെയാണ്. പക്ഷേ അത്രയും പ്രൗഢിയുള്ള ഭവനം, ആ ഭവനത്തിന്റെ ഉള്ളിൽ അവരുടെ പ്രൈവറ്റ് റൂമിൽ, അവരുടെ ബെഡിൽ, ആ ശീതീകരിച്ച നല്ല നേരത്തെ എസിയുള്ള റൂമിൽ, ഹൈടെക് സംവിധാനങ്ങളുള്ള റൂമിൽ, ആ റൂമിൽ ഒരു വിരിപ്പിന്റെ അടിയിൽ ഒരു മേനി പോലെ കിടക്കും. പക്ഷേ അവരുടെ മനസ്സുകൾ എത്രയോ ഘാതങ്ങൾ അകലെയാണ്. കിടത്തൊക്കെ ഒരുമിച്ചാണ് എല്ലാം ഒക്കെ, പക്ഷെ മനസ്സ് തമ്മിൽ ഒരു പൊരുത്തമില്ല. എത്ര ആളുകൾക്ക് പറയാൻ പറ്റും അൽഹംദുലില്ലാഹ് എന്നെ മനസ്സിലാക്കിയ ഒരു ഭാര്യയാണ് എന്റെ ഇണ, ഞാൻ അവളെയും മനസ്സിലാക്കിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്.
മനസ്സു തുറന്ന് ഇഖ്ലാസോടെ പറയാൻ പറ്റുന്ന ആളുകൾ എത്രയാണ്? ഞാൻ വേദനിപ്പിക്കുകയല്ല, ഞങ്ങളെ കുത്തി നോക്കല്ലേ. ഒന്നാമതാകെ വിഷമത്തിലിരിക്കുകയാണ്, ഓളും അപ്പുറത്തിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ രാത്രി ചെല്ലുമ്പോ കണ്ടേ ഉസ്താദ് പറഞ്ഞില്ലേ പഠിച്ചോ മനുഷ്യ എന്ന് പറഞ്ഞ് ഒന്നും കൂടി ഇനി പ്രശ്നമാകും. നിങ്ങളെ പ്രശ്നമാക്കാനല്ല, അത് പരിഹരിക്കാനുള്ള വകുപ്പാണ് പറയുന്നത്. ഇത് കേവലം അഭിപ്രായത്തിനല്ല, ജീവിതത്തിൽ പകർത്താനാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, അത് കല്യാണം കഴിഞ്ഞവർക്കും അല്ലാത്തവർക്കും ഒക്കെ മനസ്സിലാക്കാനുള്ള വിഷയമാണ്. പോരട്ടെ, അത് നിങ്ങൾ വേറെ ആൾ നോക്കിയാൽ അത് ഇവിടെ കിട്ടൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തെല്ലാം മുസീബത്തുകളാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെ ഉണ്ട്, വഴുതുണ്ടെന്ന് പോലും നാളെ ഒരാളിനോട് പറഞ്ഞു. പിന്നെ മക്കൾക്ക് വേറെ ഒന്നും കാണണ്ട കേൾക്കേണ്ട വിഷയമില്ല, യൂട്യൂബിൽ നിന്ന് അതെടുത്ത് കണ്ടാൽ മതിയല്ലോ. അപ്പൊ വഴുത് കേട്ടൊന്നും ആയി അല്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞോളി മനുഷ്യന്മാരെ. കാലം ദുഷിച്ചു പോയി. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കാൻ പറയുകയാണ്. ഒരാളും വിവാഹം ചെയ്യുമ്പോൾ വൈവാഹിക ജീവിതത്തിൽ പൂർണ്ണമായും സന്തോഷമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകല്ല. കുടുംബജീവിതം മുഴുവനും സന്തോഷത്തിന്റെ തേരിലാണ് എന്നാരും തെറ്റിദ്ധരിച്ചു പോകേണ്ടതില്ല. അത് ഇംപോസിബിളാണ്, അത് മുഹാലാണ്, അത് അസംഭവ്യമാണ്. ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടിയിട്ടില്ല. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ റാഹത്തും സമാധാനവും സന്തോഷവും അടിക്കടി നല്ല വസന്തവുമാണ് ജീവിതം മുഴുവനും എന്ന് ചിന്തിച്ചാലും നിക്കാഹ് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്യണ്ട. കുടുംബജീവിതം എന്ന് പറയുന്നത് പല മഹാന്മാരും പല ഡെഫിനിഷനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ഒരു ഡെഫിനിഷൻ കുടുംബജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു നൗക പോലെയാണ്. നൗക എന്ന് പറഞ്ഞാൽ തിരിയോ, ഒരു കപ്പൽ, ഒരു തോണി. തിരിഞ്ഞില്ലേ മനുഷ്യന്മാരെ? തിരിഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത് തിരിഞ്ഞോന്ന് ചോദിക്കുന്നത് നട്ടം തിരിഞ്ഞോന്നല്ല ചോദിക്കുന്നത്, മനസ്സിലായെന്നാ ചോദിക്കുന്നത്. തിരിഞ്ഞില്ലേ? ആ തോണി അറിയില്ലേ? നിങ്ങൾ മുണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് തിരിഞ്ഞെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ ചോദിച്ചു. നിങ്ങൾക്ക് തിരിഞ്ഞു എന്ന് എനിക്ക് തിരിഞ്ഞെങ്കിൽ ബാക്കിയുള്ള തിരിയും, അല്ലെ എല്ലാം കൂടെ തിരിഞ്ഞു പോകും. തോണി, നൗക, കപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ മനുഷ്യന്മാർ? ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വരില്ല, അതുകൊണ്ടാണ്. ഒന്നല്ല, ഒക്കെ സംഭവം മലയാളമാണെങ്കിലും ചില സാധനങ്ങളും സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, മൂപ്പര് മീത്തൽ പോയി. എന്നോട് എനിക്ക് മനസ്സിലായി. ഡ്രൈവർ ചോദിച്ചു, എന്താ സംഭവം? ഒന്നുമില്ല, മൂപ്പര് മുകളിലോട്ട് പോയതാണ്, വരുമെന്ന് പറഞ്ഞതാണ്. മീത്തൽ എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയില്ല. നമ്മളെ കൊല്ലം ഭാഗത്ത് മീത്തൽ എന്നൊന്നും പറയില്ല, മുകളിൽ എന്നാ പറയാ. നല്ല കയറ്റത്ത് ഒരു റോഡുണ്ട്, അതിലേക്ക് മുകളിലോട്ട് പോയെന്ന് മൂപ്പര് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചില സാധനങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു നൗക പോലെയാണ് കുടുംബജീവിതം. എന്താണ് ആ നൗക എന്നറിയുമോ? ഒരു സമുദ്രത്തിലൂടെയാണ് നിന്റെ സഞ്ചാരം. ഒരു കപ്പല് പോലെയാണ് കുടുംബജീവിതം. സമുദ്രത്തിലൂടെ പായുന്നൊരു കപ്പല് പോലെയാണ് കുടുംബജീവിതം. അതെങ്ങനെ ഉസ്താദ്? ഈ കപ്പലും കുടുംബജീവിതവുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെ? അതിന്റെ ബന്ധം എങ്ങനെ? നല്ല ബന്ധമാണ്. കാരണം എന്താണെന്നറിയുമോ? എപ്പോഴും സമുദ്രം ഒരുപോലെയല്ല. എപ്പോഴും സമുദ്രം ഒന്നുപോലെയല്ല. ചിലപ്പോൾ രൗദ്രഭാവമുള്ള തിരമാലകൾ, അലമാലകൾ വരും. ചിലപ്പോ കാറ്റും കോളും വരും. ചിലപ്പോ നല്ല പേമാരി തിമിർത്തു പെയ്യും. ചിലപ്പോഴോ നല്ല ശാന്ത സുന്ദരമായ തീരം പോലെ ആ അലമാലകൾ അടങ്ങിത്തരും. അതാണ് ജീവിതം. പക്ഷേ ഈ കുടുംബ ജീവിതമാകുന്ന അലമാലകളുണ്ടല്ലോ, ഈ സമുദ്രത്തിന്റെ പരപ്പുണ്ടല്ലോ, അവിടെ ആരാണ് ആ ജീവിതത്തിൽ മറുകര കാണുക? ആരാണ് വിജയിക്കുക? ഇതിലുള്ള കപ്പിത്താൻ എങ്ങനെയാണ് തുഴയുന്നത്? അലമാല വരുമ്പോ തുഴയുന്നത് ശാന്തമായി കിടക്കുന്നത് പോലെയല്ല. ഓരോ രീതിക്കും ഓരോ തുഴച്ചിലാണ്.
വെള്ളത്തിനുള്ള തുഴച്ചിൽ വലിയ പേമാരി വരുമ്പോ പോകുന്ന രീതി നോർമലല്ല. ആടി ഉലയുമ്പോ തുഴയുന്നതിന് പ്രത്യേക രീതിയുണ്ട്. ശാന്തമായി കിടക്കുമ്പോ തുഴയുന്നതിന് പ്രത്യേക രീതിയുണ്ട്. ആ രീതികളെല്ലാം മനസ്സിലാക്കി സമുദ്രത്തിന്റെ താളത്തിനൊത്ത് തുഴഞ്ഞു നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ മറുകര കാണുന്ന ഭാഗ്യമുള്ളവരാണ്. അല്ലാത്തവരോ അവർ മുങ്ങിത്താണുകൊണ്ടേയിരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും സമാധാനം കിട്ടുകയില്ല. കുടുംബജീവിതത്തിൽ എപ്പോഴും നല്ല റാഹത്താവുകയില്ല. ചിലപ്പോൾ ചില കാറ്റും കോളുകളുമൊക്കെ വരും, ചിലപ്പോൾ അലമാല കണക്കെ പലതും വരും. പക്ഷെ എങ്ങനെയാണ് നമ്മൾ അതിനെ നിയന്ത്രിക്കുന്നത്, അവിടെയാണ് നമ്മുടെ വിജയം. എങ്ങനെയാണ് അതിനെ പരിഗണിക്കുന്നത്, എങ്ങനെയാണ് അതിനെ പരിചരിക്കുന്നത്, അവിടെയാണ് മുസ്ലിമീങ്ങളെ നമ്മുടെ വിജയം. മാലോകരെ, നമ്മുടെ വിജയം അവിടെയാണ്. സുബ്ഹാനല്ലാഹ്. APJ അബ്ദുൽ കലാം റളിയല്ലാഹു പറയണ്ട, മുസ്ലിമായ ഒരു മനുഷ്യനായിരുന്നു. റളിയല്ലാഹു പറയേണ്ട സാധനങ്ങൾ പേരുകളൊക്കെ വരുമ്പോൾ ഞാൻ മഹാനായെന്നോ സയ്യിദുനാന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ശേഷം വരുന്നൊരു സിന്താബ് വിളിക്കാനുള്ള ഒരാളാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇന്ത്യ അതുപോലൊരു പ്രതിഭയെ കണ്ടിട്ടില്ല. അല്ലാഹു ഖബർ സന്തോഷിപ്പിക്കുമാറാകട്ടെ. പല ആളുകൾക്കും അയാളെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. നിസ്കാരമില്ലാത്ത ആളാണ്, ദീനീബോധം ഇല്ലാത്ത ആളാണ്. അദ്ദേഹവുമായി വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ, പന്തല്ലൂര്. ഞാനവിടെ ഒരു പ്രഭാഷണത്തിന് പോയി. അവിടെ ഇദ്ദേഹവുമായിട്ട് വളരെ അടുത്തൊരാൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, ഹബീബുള്ള സാഹിബ് എന്ന് പറയും. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. APJ അബ്ദുൽ കലാമിന്റെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. പറഞ്ഞു അയാൾ കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യനാണ്. നമ്മൾ എന്ത് തെളിവെടുത്തിട്ടാണ് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിക്കുന്നത്? ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആകുമ്പോൾ ചില സ്ഥലത്തുള്ള ഫോട്ടോകൾ ചിലപ്പോൾ കാണും. അതിന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം വലിയ ഒരു പ്രതിഭയാണെന്നിൽ ലോകത്ത് സംശയമില്ല. ലോകത്ത് അതേ ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരാളാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ, മാസ്റ്റർ ബ്രെയിൻ എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. വലിയ തിയറികൾ ഈ രാജ്യത്തിന് സമ്മാനിച്ച ആളാണ്. ആ APJ അബ്ദുൽ കലാമിന്റെ ഉപ്പയും ഉമ്മയും നല്ല സൂക്ഷ്മതയുള്ള ആളുകളായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോഴറിയാം. APJ അബ്ദുൽ കലാമിന്റെ ചെറുപ്പകാലത്തെ ഒരു സംഭവം അദ്ദേഹം കുറിച്ചിടുകയാണ്. APJ അബ്ദുൽ കലാമിന്റെ കുട്ടിക്കാലത്തൊരു സംഭവം, കുടുംബജീവിതത്തിന് മനോഹാരിത പകരുന്നൊരു സംഭവമാണത്. എന്താണെന്നറിയുമോ? താനിങ്ങനെ ചെറുപ്പകാലത്ത് വീട്ടിന്റെ അകത്തളത്തിൽ ചെറിയ കൂരയാണ്, അന്നുള്ള ഭക്ഷണമാണ്, ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, ഉണ്ണാനും ഉടുക്കാനും കുറവുള്ള കാലമാണ്. നോക്കുമ്പോ രാത്രി അതാ അത്താഴ ഭക്ഷണവുമായി ഉമ്മ വരുകയാണ്. ഉമ്മയുടെ കയ്യിൽ ഒരു റൊട്ടിയുണ്ട്. ആ റൊട്ടി അങ്ങ് കരിഞ്ഞുപോയി. വേറെ റൊട്ടിക്കുള്ള മാവില്ല. എന്തെല്ലാം മസിൽ പിടുത്തമാണ് മനുഷ്യന്മാരെ. ഒരു ഭക്ഷണം ആ പാവപ്പെട്ടോൾ ഉണ്ടാക്കി എത്രയോ ത്യാഗം ചെയ്ത് അങ്ങനാക്കി വേവിച്ച് ഉപ്പ് കുറവ്, വെള്ളം കൂടി, എന്താ ഒരു ടേസ്റ്റ് ഇല്ല. നീ എപ്പോ വെച്ചാലും എന്തോ ഒരു വർത്താനം. നാണമില്ലാത്ത ചെറുപ്പക്കാരാ. നീ ഒന്ന് നോക്കി, ഒരു ദിവസം 1 മണിക്കൂർ നീ അടുക്കളയിൽ കയറുന്നവരുണ്ട് കേട്ടോ. ഗൾഫിലൊക്കെ പോയിട്ട് നിവർത്തികേട് കൊണ്ട് പാചകമൊക്കെ പഠിച്ചിട്ട് ഇവിടെ ഒന്നും അല്ല വീമ്പളക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ കാണിച്ചു തരാന്ന് പറയും. അവിടെ പോയി അനുഭവിച്ച് പഠിച്ചതാണ്. അതുകൊണ്ട് പക്ഷെ എങ്കിലും സാധാരണഗതിയിൽ ഇത്ര ത്യാഗം ചെയ്യുന്ന ആ സഹോദരി, നീ ഉപ്പുമുളകും കുറഞ്ഞാലും അൽഹംദുലില്ലാഹ് നല്ലൊരു മനസ്സുള്ളവനാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പെണ്ണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ത്യാഗം ചെയ്ത് ഈ ഭക്ഷണം രാവിലെ തുടങ്ങും, 12 മണിക്ക് 1 മണിക്ക് നിനക്ക് സംഭവം മുമ്പ് കിട്ടണമല്ലോ. ഓടി ഒപ്പിച്ചെല്ലാം വിളമ്പി വെച്ചിട്ട് ഈ ത്യാഗം ചെയ്യുന്നതിന്റെ ആകെ ബലം നമ്മുടെ മുഖത്തെ എക്സ്പ്രഷനാണ് അവൾക്ക് കിട്ടേണ്ടത്. വേറൊന്നുമല്ല, പാവാണ്. ആലോചിച്ച് നോക്കി, നീ ആ മുഖത്ത് നോക്കിയിട്ട് ഒരു പുഞ്ചിരിച്ചണ്ടല്ലോ, ഇങ്ങനെ ആക്കിയാൽ മതി. ഒരാഴ്ച ഉണ്ടാവും ആ എഫക്റ്റ് മനസ്സിൽ. വല്ല ചെലവുണ്ടോ? അത് ഞാൻ പറഞ്ഞത്, ചെറിയ പണികളെ കൊണ്ട് വളരെ രസമാക്കി എടുക്കാൻ കുടുംബജീവിതം. പക്ഷെ നമ്മുടെ മസിൽ പിടുത്തം കൊണ്ട് ഒന്നും നടക്കുന്നില്ല. എന്തോ ഒരു മനുഷ്യന്മാരാണ്. കൽബ് കട്ടി അവർക്ക് കുടുംബജീവിതം ആസ്വദിക്കാൻ പറ്റൂല. ഇങ്ങനെ കുറെ മൃഗങ്ങളെ പോലെ ജീവിച്ചിങ്ങനെ അവിടെ കുറെ, ഇങ്ങനെ അവിടെ കുറെ.